ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സഫി ഫിഷ് കറി വെക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. വായോ വീഡിയോയിലേക്ക്. വളരെ ടേസ്റ്റുള്ളൊരു മീനാണ്. അതെങ്ങനെ കറി വെക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള മുള്ളാണ്. വെട്ടിയെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം വെട്ടിയെടുക്കാനായിട്ട്. ഞാനിത് ആദ്യമായിട്ടാണ് ഈ മീൻ മേടിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വെട്ടിയെടുക്കട്ടെ. വെട്ടി വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ 2 സൈഡിലെ മുള്ളുകൾ വെട്ടിയെടുക്കണം. കത്രിക ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പം ഇത് വെട്ടിയെടുത്തിട്ട് വരട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മുളകിട്ട കറിയാണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത്. മുളക് പൊടിയും ചേർത്ത് നല്ല എരിവുള്ള ഒരു മീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. മുളകിട്ട മീൻ കറി. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം. വായു കൂട്ടുകാരി. മീൻ കറിക്ക് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതുണ്ട്. കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറി വെക്കാൻ തുടങ്ങാം. മീൻ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നവർക്ക് തൊലി കളഞ്ഞെടുക്കാം. ഞാൻ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ. തൊലി കളയാൻ വളരെ ശ്രമകരമാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. നല്ലപോലെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള തൊലിയാണ് ഇതിൻ്റെ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു കട്ടി പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് കറി വെക്കുന്നത് കൊണ്ട് ഞാൻ ഇത് വെക്കാൻ തൊലി കളഞ്ഞില്ല. തൊലി കളയാതാണ് കറി വെക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഒരു ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ഉലുവയും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. ഈ മീൻ ആദ്യമായിട്ടാണ് ഞാൻ കറി വെക്കുന്നത്. ആദ്യമായിട്ട് കറി വെക്കുന്നതും ആദ്യമായിട്ട് മേടിക്കുന്നതും. സാധാരണ അയല, മത്തി അങ്ങനെയൊക്കെയുള്ള മീനുകളാണ് കൂടുതൽ സാധാരണ ഞാനിവിടെ മേടിക്കാറുള്ളത്. ഇന്ന് മീൻകാരൻ ഈ മീനാണ് കൊണ്ടത്. ഈ മീന് മത്തി പിന്നെ അയല ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മീന് ഒരു വ്യത്യാസം. എല്ലാ വട്ടവും അയലയല്ലേ മേടിക്കുന്നത്. അപ്പോൾ ഈ വട്ടം സഫി മീൻ ഒന്ന് കറി വെച്ച് നോക്കാമെന്ന് കരുതി മേടിച്ചതാണ്. എന്തായാലും അങ്ങനെ ഉള്ളി ഇഞ്ചി മൂത്ത് വന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ അങ്ങ് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് നല്ലപോലെ പൊടി മൂത്ത് വരുന്നതിന് മുന്നേ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് പൊടിയിലെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. നമ്മൾ കൂടുതൽ ഈ മൺചട്ടി തന്നെ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ കറി ചട്ടി തന്നെ വെക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അരപ്പിനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുത്ത് 2 കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പിൻ്റെ അകത്തോട്ട് ആദ്യമേ കരിവേപ്പില എടുത്തങ്ങ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് മീൻ എടുത്ത് പറക്കി ഇട്ടു. ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളി ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ
ബൈ ഫ്രണ്ട്സ്, വീണ്ടും കാണാം.